ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വീറ്റ് ഹോം കിച്ചൺ വ്ളോഗ്സ്. മാർബിൾ കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 കോഴിമുട്ട ഉടച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് നല്ലൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒരു ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പൊടിച്ചു വെച്ച 1/2 കപ്പ് പഞ്ചസാര 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നീട് അതിലേക്ക് ഒരു 50 ഗ്രാംസ് ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 കപ്പ് മൈദ ചേർക്കാം. 1/2 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ പാല് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യുന്നത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നോക്കി ചേർത്താൽ മതി. പിന്നീട് നമുക്കൊരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു 6 ടേബിൾ സ്പൂൺ ബാറ്റർ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ആ കൂട്ട് നെയ്യ് ഒഴിച്ചൊന്ന് തടവി എടുക്കുക കേട്ടോ. പിന്നെ ആ കൂട്ട് ഒഴിക്കുക. 2 കൂട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചിട്ട് വട്ടത്തിലിപ്പോൾ കണ്ടില്ലേ അതുപോലെ ഒന്ന് ഒരു സർക്കുലർ ആയിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് അടുത്ത ലെയേഴ്സ് ചേർക്കാം. ഒടുവിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഡിസൈൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ ബേക്കിംഗ് ഓവനിൽ ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ഒരു 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കൺവെൻഷൻ മോഡിലാണ്. ഇതിൽ ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒരുമിച്ചിട്ട് തന്നെയായിട്ടാണ് ചേർത്തത്. നമ്മുടെ മാർബിൾ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി, സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.